Okay, welcome back our English class. Okay, do you remember our Pingala story? Okay, let's go back our story. Our Pingala and the children are at palace. Okay, then king seen the flowery pot, he become sad. Is it it? Yes. Why our king seen the flowery pot, he become sad? Yes. How did he respond? He's sighed. Yeah, our king is sighed. അല്ലേ ഇല്ലായിരുന്നോ? ഭയങ്കര വിഷമത്തോടു കൂടി നെടുവേർപ്പിട്ടില്ലായിരുന്നോ നമ്മളുടെ രാജാവ്? ഓക്കെ, വാട്ട് ഡിഡ് ഹി എക്സ്പെക്റ്റഡ് ദ ചിൽഡ്രൻ? വാട്ട് ഡിഡ് ഹി എക്സ്പെക്റ്റഡ് ദ ചിൽഡ്രൻ? എന്തായിരുന്നു രാജാവ് കുട്ടികളിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നത്? ഓക്കെ, ലെറ്റ് us see. നമുക്ക് നോക്കാം അല്ലേ? Okay, look, what is our title name? Empty pot. Empty pot. ഒഴിഞ്ഞ പാത്രം അല്ലേ, ചട്ടി എന്നൊക്കെ പറയാം. ഓക്കെ, see, where is our Pingala? Yes, our Pingala standing end of the line. Our Pingala standing end of the line. Okay, look at the king. He is asking something to Pingala. What is he asking Pingala? He is asking something to Pingala. What is he asking Pingala? യെസ്, എന്തോ ഒന്ന് രാജാവ് പിംഗലയോട് പറയുന്നുണ്ട് അല്ലേ? എന്താണത്? ഓക്കെ, ലെറ്റ് us see. Listen, all of you take the page number 60. Empty pot. At the end of the line stood Pingala. At the end of the line stood Pingala. വരിയുടെ അവസാനമാണ് അല്ലേ പിംഗല പോയി നിന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവന് ലാസ്റ്റ് ലൈനിൽ കുട്ടികളുടെ ബേക്കിൽ പോയി നിൽക്കുന്നത്, അവസാനം പോയി നിൽക്കുന്നത്? യെസ്, അവനെന്താണ്? അവൻ ആത്മവിശ്വാസം ഇല്ലാതെ ഉണ്ടായിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ്? യെസ്, ബിക്കോസ് ഹിസ് പോട്ട് വാസ് എംറ്റി. ഹിസ് പോട്ട് വാസ് എംറ്റി. അവൻ്റെ പോട്ട് എന്താണ്? എംറ്റി ആണ് അല്ലേ? ദ അതർ ചിൽഡ്രൻ ഹാവ് full grown plant in their hands. The other children have full grown plant in their hands. So he was not confident. He was not confident. അവന് എന്തില്ല? ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണല്ലേ വരിയുടെ ലാസ്റ്റ് പോയി നിൽക്കുന്നത്. ഓക്കെ, when the king reached him he stopped. When the king reached him he stopped. യെസ്, രാജാവ് എന്ത് ചെയ്തു? രാജാവ് ഇങ്ങനെ ഓരോ പൂക്കളും ഓരോ കുട്ടികളുടെ കയ്യിലുള്ള പ്ലാന്റ്സ് ഒക്കെ നോക്കി ഇങ്ങനെ വരികയാണ്. അങ്ങനെ വന്നുകൊണ്ട് നിന്ന് ലാസ്റ്റ് പിംഗലയുടെ അടുത്തെത്തിയപ്പോൾ എന്ത് ചെയ്തു? ഹി സ്റ്റോപ്പ്ഡ്. രാജാവ് നിന്നു. എന്നിട്ട് രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്? എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ക്യാൻ യു സേ വാട്ട് ഈസ് ദ കിങ് ആസ്ക് ദ പിംഗല? എന്തായിരിക്കും? ഓക്കെ, ഇവിടെ നോക്കൂ. Listen here. Why did you come with an empty pot, my child? Did your seed not grow into a plant? Why did you come with an empty pot, my child? Did your seed not grow into a plant? എന്താണ്? Why did you come with an empty pot? നീ എന്താണ് എംറ്റി പോട്ടുമായിട്ട് വന്നത്? മൈ ചൈൽഡ്, എൻ്റെ കുട്ടി. ഡിഡ് യുവർ സീഡ് നോട്ട് ഗ്രോ ഇൻ ടു എ പ്ലാന്റ്? നിൻ്റെ പ്ലാന്റ് എന്താണ്? വലുതായില്ലേ? നിൻ്റെ പ്ലാന്റ് വലുതായില്ലേ എന്ന് ആര് ചോദിക്കുകയാണ്? രാജാവ് ചോദിക്കുകയാണ്. ദെൻ വാട്ട് ഡിഡ് പിംഗല സേ? വാട്ട് ഡിഡ് അവർ പിംഗല സേ? ഓക്കെ, വിൽ ദ കിങ് ബി ആംഗ്രി വിത്ത് പിംഗല? വിൽ ദ കിങ് ബി ആംഗ്രി വിത്ത് പിംഗല? ഓക്കെ, പിംഗലയോട് ദേഷ്യപ്പെടുമോ രാജാവ്? ഓക്കെ, ലെറ്റ് us see. ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ നമുക്കിതൊന്നുകൂടി വായിക്കാം. At the end of the line stood Pingala. When the king reached him, he stopped. Why did you come with an empty pot, my child? Did your seed not grow into a plant? Okay, let us see our next page, page number 70. Okay, yes, our Pingala is saying something to the king. What is he saying? What's he saying? Okay, look at here. Our title name, A Smile.
a smile. Smile means പുഞ്ചിരി. Okay. Pingala held his head down and said. Pingala held his head down and said, "Forgive me, your highness." പിങ്കല എന്ത് ചെയ്തു? തല കുനിച്ചുകൊണ്ട് അല്ലേ, ശിരസ് കുനിച്ചുകൊണ്ട് പറയാണ്, "Forgive me, your highness." എന്നോട് ക്ഷമിച്ചാലും പ്രഭുവോ. Forgive me means എന്നോട് ക്ഷമിച്ചാലും ഹൈനസ് മീൻസ് ബോ, തിരുമേനി എന്നൊക്കെ പറയൂലേ. യെസ്, ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു ഗ്രോ ദ സീഡ്. ഞാൻ എന്തായി? ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു ഗ്രോ ദ സീഡ്. ഞാൻ ഈ വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? എൻ്റെ ബെസ്റ്റിലെ ഏറ്റവും ബെസ്റ്റ് നോക്കി. ഐ ഗേവ് ദ ബെസ്റ്റ് സോയിൽ ആൻഡ് മാനർ ടു ഇറ്റ്. ഞാൻ ഇതിനെന്ത് ചെയ്തു? ഇതിന് ബെസ്റ്റ് സോയിലും മണ്ണും മാനുവർ വളവും ഒക്കെ ഇട്ട് കൊടുത്തു. ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് ഗ്രോ. പക്ഷേ എന്നിട്ടും എൻ്റെ സീഡ് എന്തായില്ല? വലുതായില്ല. എ സ്മൈൽ അപ്പിയർഡ് ഓൺ കിങ് ഫേസ്. അപ്പോൾ കിങ്ങിൻ്റെ ഫേസ് എന്തായി ഇത് പറഞ്ഞപ്പോൾ? യെസ്, കിങ്ങിൻ്റെ ഫേസ് പിന്നെ എന്തുകൊണ്ട് അപ്പിയേർഡ് മീൻസ് നമ്മൾ എന്താ പറയുക, ഇപ്പം നമ്മൾ രാജാവിന് മുഖം തിളങ്ങി എന്നൊക്കെ പറയൂലേ, അതുപോലെ ആയി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖം വിടർന്നു, പുഞ്ചിരിച്ചുകൊണ്ട് വിടർന്നു. എന്തോ ഒരു സന്തോഷമായിട്ടുണ്ട് അല്ലേ അവിടെ. ഓക്കെ, ദെൻ വൈ ഡിഡ് ദ കിങ് സ്മൈൽ? എന്തിനായിരിക്കും കിങ് സ്മൈൽ ചെയ്ത് ചിരിച്ചത്? ഓക്കെ, വൈ ഡിഡ് പിംഗല ഹോൾഡ് ഹിസ് ഹെഡ് ഡൗൺ? എന്തുകൊണ്ടാണ് പിംഗല തലകുനിച്ചത് രാജാവിന് മുന്നിൽ? യെസ്, ഹി വാസ് അഫ്രൈഡ്. അവന് പേടിയായിരുന്നു അല്ലേ. ബിക്കോസ് ഓൾ ഹാവ് ഫുൾ ഗ്രോൺ പ്ലാന്റ്, ഹി സ്പോട്ട് വാസ് എംപ്റ്റി. യെസ്, ബാക്കിയുള്ള കുട്ടികളുടെയൊക്കെ എന്തെന്നായിരുന്നു? ഫുള്ളി ഫ്ലവറി ആയിട്ടുള്ള പോട്ടായിരുന്നു. ബട്ട് പിംഗലയുടേത് മാത്രം എന്താണ്? പിംഗലയുടേത് മാത്രം പിന്നെ എംപ്റ്റി പോട്ടായിരുന്നു അല്ലേ. ഓക്കെ, ദെൻ വൈ ഡിഡ് ദ കിങ് സ്മൈൽ? നമുക്ക് നോക്കല്ലേ, വൈ ഡിഡ് ദ കിങ് സ്മൈൽ എന്തുകൊണ്ടാണെന്ന്. ഓക്കെ, ലുക്ക് അവർ നെക്സ്റ്റ് പേജ് നമ്പർ 18. Okay, our Pingala, here the king holding Pingala very closely. What happened there? Yes, നമ്മളുടെ കിങ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ പിംഗലയെ നല്ലോണം ചേർത്ത് പിടിച്ചിട്ടുണ്ട് അല്ലേ. ക്ലോസിലി ഹഗ്ഡ് വിത്ത് ക്ലോസിലി. അപ്പം വാട്ട് ഹാപ്പൻ ദർ? എന്തോന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഹിയർ ദ പ്രിൻസ്, രാജകുമാരൻ, he hugged Pingala and announced, "Here is the crown prince." He hugged Pingala and announced, "Here is the crown prince." അവൻ എന്ത് ചെയ്തു? രാജാവ് പിംഗലയെ ഹഗ് ചെയ്തു അല്ലേ. തൊട്ടടുത്ത് നിർത്തേണ്ടിയിട്ട് പറയാണ് അനൗൺസ്ഡ് മീൻസ് നമ്മൾ എന്താക്കി എന്നാ പറയുന്നത്? പ്രഖ്യാപിച്ചു. ഹിയർ ഈസ് ദ ക്രൗൺ പ്രിൻസ്, നമ്മളുടെ കിരീടാവകാശി ഇതാ. ഐ ഹാഡ് ഗിവൺ എവ്രി വൺ റോസ്റ്റഡ് സീഡ്സ്. ഞാൻ എല്ലാവർക്കും എങ്ങനത്തെ സീഡായിരുന്നു നൽകിയത്? റോസ്റ്റഡ് മീൻസ് ഞാൻ വറുത്ത വിത്തായിരുന്നു കൊടുത്തത്. വിച്ച് വുഡ് നെവർ ഗ്രോ, അതൊരിക്കലും എന്ത് ചെയ്യില്ല? ഗ്രോ ചെയ്യില്ല, വലുതാവില്ല, മുളയ്ക്കില്ല. നോട്ട് സ്പ്രൗട്ട്. ഓൺലി ദിസ് ബോയ് ഈസ് ഓണസ്റ്റ്. ഈ ബോയ് മാത്രമാണ് എന്ത്? സത്യസന്ധൻ. ഐ ആം ഷുവർ വൺ ഡേ ഹി വിൽ റൂൾ ദിസ് കിങ്ഡം ജസ്റ്റിലി. വൺ ഡേ ഹി വിൽ റൂൾ ദിസ് കിങ്ഡം ജസ്റ്റിലി. എനിക്കറിയാം ഇവൻ എന്ത് ചെയ്യും? നീതിപൂർവം ഒരു നാൾ ഇവൻ ഈ രാജ്യം നീതിപൂർവം ഭരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാര് പറയാണ്? യെസ്, അവർ കിങ്. ഓക്കെ, ദെൻ ഡു യു നോ വൈ ഡിഡ് ദ കിങ് അനൗൺസ്ഡ് Pingala as his successor? Yes, the king distributed roasted seeds to everyone. Only our Pingala was the honest. That's why the king selected Pingala. Okay.
അതുകൊണ്ടാണ് നെക്സ്റ്റ് പ്രിൻസായിട്ട് ആരെ തിരഞ്ഞെടുത്തത്? രാജാവ് പിംഗലയെ തിരഞ്ഞെടുത്തത് അല്ലേ? ബാക്കി കുട്ടികളൊക്കെ എന്ത് ചെയ്തു? അവരെ പ്ലാന്റ് വലുതായി എന്നും പറഞ്ഞ്, ആ സീഡ് മുളച്ച് വലുതായി എന്നും പറഞ്ഞ് രാജാവിനെ ചീറ്റ് ചെയ്യാൻ നോക്കിയതായിരുന്നു അല്ലേ? പക്ഷേ നമ്മളുടെ പിംഗല മാത്രം എന്ത് ചെയ്തു? ഒരു കളവുമില്ലാതെ സത്യസന്ധമായിട്ട് പറഞ്ഞു അല്ലേ? ചെയ്തു. അവനായ എംറ്റി പോട്ടുമായിട്ട് കൊട്ടാരത്തിലേക്ക് വരികയും ആ ഹോണസ്റ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്തു? രാജാവ് നെക്സ്റ്റ് പ്രിൻസായിട്ട് പിംഗലയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. Everyone like this story? Okay, all of us could keep honesty in our life. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യുക? നമ്മളുടെ ഈ സത്യസന്ധത ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യുക? കൊണ്ട് നടക്കുക. ഓക്കെ, ലെറ്റ് us watch a short video of this story. Okay, watch it. A long time ago in Nepal, there was a boy named Kancha who loved flowers. Anything he planted burst into bloom. Up came flowers, bushes, and even big fruit trees, as if by magic. Everyone in the kingdom loved flowers too. They planted them everywhere. The emperor loved birds and animals, but flowers most of all, and he tended his own garden every day. But the emperor was very old. He needed to choose a successor to the throne. Who would his successor be? And how would the emperor choose? Because the emperor loved flowers so much, he decided to let the flowers choose. The next day, a proclamation was issued. All the children in the land were to come to the palace. There, they would be given special flower seeds by the emperor. Whoever can show me their best in a year's time, he said, will succeed me to the throne. This news created great excitement throughout the land. Children from all over the country swarmed to the palace to get their flower seeds. All the parents wanted their children to be chosen emperor. When Kancha received his seed from the emperor, he was the happiest child of all. He was sure he could grow the most beautiful flower. Kancha filled a flower pot with rich soil. He planted the seed in it very carefully. He watered it every day. He couldn't wait to see it sprout, grow, and blossom into a beautiful flower. Day after day passed, but nothing grew in his pot. Kancha was very worried. He put new soil into a bigger pot. Then he transferred the seed into the rich black soil. Another 2 months he waited. Still nothing happened. By and by the whole year passed. Spring came, and all the children put on their best clothes to greet the emperor. They rushed to the palace with their beautiful flowers, eagerly hoping to be chosen. Kancha was ashamed of his empty pot. He thought the other children would laugh at him because for once he couldn't get a flower to grow. His clever friend ran by, holding a great big plant. Kancha, he said, you are not really going to the emperor with an empty pot, are you? Why couldn't you grow a great big flower like mine? I have grown lots of flowers better than yours. Kancha said, it's just this seed that won't grow. The emperor was looking at the flowers slowly, one by one. How beautiful all the flowers were! But the emperor was frowning and did not say a word. Finally, he came to Kancha. Kancha hung his head in shame, expecting to be punished. The emperor asked him, why did you bring an empty pot?
Kancha started to cry and replied, I planted the seed you gave me and I watered it every day, but it didn't sprout. I put it in a better pot with better soil, but it didn't sprout. I tended it all year long, but nothing grew. So today I had to bring an empty pot without a flower. It was the best I could do. When the emperor heard these words, a smile slowly spread over his face and he put his arm around Kancha. Then he exclaimed to one and all, I have found him! I have found the one person worthy of being emperor. Where you got your seeds from, I do not know. For the seeds I gave you had all been cooked, so it was impossible for any of them to grow. I admired Kancha's great courage to appear before me with the empty truth. And now I reward him with my entire kingdom and make him emperor of all the land.